കേരള തീരത്ത് വീണ്ടും ഒരു വലിയ കപ്പൽ അപകടം ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ നമ്മൾ ആരായുകയാണ്. ഒരു ചരക്ക് കപ്പലാണ് അത്. കൊളംബോയിൽ നിന്ന്, ശ്രീലങ്കയിലെ കൊളംബോ തീരത്ത് നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട കപ്പലാണ് കേരള തീരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. ബേപ്പൂരിൽ നിന്ന് 78 നോട്ടിക്കൽ മൈൽ, അതായത് ബേപ്പൂർ തീരത്ത് നിന്ന് 144 കിലോമീറ്റർ അകലെയാണ് ഈ അപകടം ഉണ്ടായത്. ചരക്ക് കപ്പലാണ്. ഈ കപ്പലിൽ നിരവധി കണ്ടെയ്നറുകളുണ്ട്, 100 കണക്കിന് കണ്ടെയ്നറുകളുണ്ട്. അതിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നുള്ള വിവരവുമുണ്ട്. എന്തായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിനോട് ഈ കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കൾ എന്തായിരുന്നു ഈ കണ്ടെയ്നറുകളിലെ ചരക്ക് എന്നുള്ള വിവരം ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. CK വിജയൻ നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. CK, ഈ കണ്ടെയ്നറുകളിൽ എന്താണ് എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ കണ്ടെയ്നറുകൾക്കാണ് ശരിക്കും തീ പിടിച്ചിട്ടുള്ളത്. ഈ പൊട്ടിത്തെറി ഉണ്ടായത് ഒരുപക്ഷെ കണ്ടെയ്നറുകളിലാണോ എന്ന സംശയം കൂടിയുണ്ട്. അതിന് സ്ഥിരീകരണം വരണം. ഈ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നുള്ള വിവരം എവിടെ നിന്നാണ് ലഭിക്കുന്നത് CK? അപകടകരമായ വസ്തുക്കളാണ് ഈ കാർഗോയിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ആഭ്യന്തരമായി ഇവരുടെ ജീവനക്കാർക്കിടയിൽ, ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂസ്ലെറ്റാണ്. അതിലാണ് ഈ വിവരങ്ങളുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ക്യാരിയിങ് ഡേഞ്ചറസ് കാർഗോ, അതായത് അതിന്റെ ക്ലാസുകൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് 4.1, ക്ലാസ് 4.2 ആൻഡ് 6.1. ഇത് അതിന്റെ സ്ഫോടന ശേഷിക്കനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ അപകട ശേഷിക്കനുസരിച്ച് തരംതിരിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അപകടകരമായ ക്ലാസ് ആണ് എന്ന് പറയുന്നത് ക്ലാസ് 3. അങ്ങനെയാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് അത്തരത്തിൽ അങ്ങേയറ്റം അപകടകരമായ വസ്തുക്കളാണ് ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സ്ഥിരീകരണം, ഇതിൽ 22 ക്രൂ ആണ് ഉണ്ടായിരുന്നത്, ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ മലയാളിയോ ഇന്ത്യക്കാരോ ആരും തന്നെ ഉണ്ടായിട്ടില്ല. ചൈനക്കാരും ബർമ്മക്കാരും ഇന്തോനേഷ്യ, തായ്ലൻഡ്, അതായത് ചൈന, മ്യാൻമാർ, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നീ 4 രാജ്യങ്ങളിൽ നിന്നുള്ള 22 ജീവനക്കാരാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അത് എവിടെയാണ് ഇപ്പോൾ അറബിക്കടലിൽ ഈ ഭാഗത്ത് എവിടെയാണ് ഉള്ളത് എന്നതിന്റെ പൊസിഷൻ അടക്കം ഇപ്പോൾ സാങ്കേതികമായി അവർ അറിയിച്ചിട്ടുണ്ട്. അവിടത്തേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും നടക്കുന്നത്. പ്രത്യേകിച്ച് ഗോവയിൽ നിന്ന് ഉൾപ്പെടെ അവിടത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായാണ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. അതുകൊണ്ട് ഇതിലിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഇതിൽ അപകടകരമായ കാർഗോസ് ഉണ്ട് എന്നുള്ളതാണ്. അത് വാൻഹായ് 503 IMO നമ്പർ 929482. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ ഡീറ്റെയിൽ.